ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ദോശയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ദോശയും ഉണ്ടായിരുന്നു, ഉപ്പുമാവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാറുവിന് ദോശയാണ് ഇഷ്ടം, അപ്പോൾ പാറുവിന് ദോശയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയും ഉണ്ട് കേട്ടോ കൂടെ. പിന്നെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് പാറൂസ് ഇതേപോലെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അവളുടെ അടുത്തും സംസാരിക്കണം, വീഡിയോയും എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെളിയിൽ വന്ന് നോക്കിയപ്പോൾ കുമ്പിടി ഇതാ നിൽക്കുന്നു അച്ഛൻ്റെ കൂടെ. അടുക്കളയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ നോക്കിയപ്പോൾ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നു. പിന്നെ ഞാൻ വന്നിട്ട് എൻ്റെ താമരയുടെ പോട്ടിങ്ങൊക്കെ ഒന്ന് നോക്കി, എന്തെങ്കിലും കൂത്താടികളൊക്കെ വന്ന് കിടപ്പുണ്ടോ എന്നൊക്കെ നോക്കി. പിന്നെ ഇതിൻ്റെ അകത്തൊരു പൂ വിരിഞ്ഞിട്ട് ചത്താൽ മതി കേട്ടോ എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിത്തിൽ നിന്ന് പൊടിപ്പിച്ചെടുത്തതാണ്. ഇതുവരെ ഇതിൻ്റെ അകത്തൊരു മുട്ട് പോലും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പൂവിന് വെയിറ്റിംഗ് ആണ്. പപ്പിയുടെ ഡ്യൂട്ടി ഇവിടെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അശയിൽ കിടന്ന മുണ്ടിനെ വലിച്ച് കീറി താഴെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി മുറ്റം തൂക്കലാണ്. രാവിലെ തന്നെ മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒരു പ്ലാവ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പ്ലാവിൽ നിന്ന് ഇല വീഴും. ആണ്ടിലൊരിക്കൽ ചക്ക തരുന്നതാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇലയൊന്നും തൊഴിച്ചിടരുത്, ഒരു മര്യാദയൊക്കെ വേണ്ടേ അല്ലേ. അപ്പോൾ ഞാൻ മുറ്റം തൂത്തുകൊണ്ട് നിൽക്കുന്നിടത്ത് എൻ്റെ കൂടെ പപ്പിയും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുഞ്ഞ് കിടന്ന് തൂക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഈ ഒരു ചൂലെടുത്തിട്ട് ഞാൻ തൂക്കുന്നത്. ഇതാണ് എളുപ്പവും. പിന്നെ ഒരു മല മറിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഇത്രയ്ക്ക് പ്രയാസമില്ല. എൻ്റെ കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒരു യുദ്ധത്തിലൂടെയാണ് ഞാൻ അവൾക്ക് ആഹാരം കൊടുക്കുന്നത്. സ്കൂളിൽ പോകുമ്പോഴത്തേനും ഉച്ചയ്ക്ക് അവിടുന്ന് ആഹാരം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ മേലാത്തത് കൊണ്ട് 3:30 ആകുമ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ടും നിർബന്ധിച്ച് ചോറൊക്കെ കൊടുക്കും. ഇത്രയും പ്രയാസം വേറൊന്നിനുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പപ്പീനെ ഒന്ന് കുളിപ്പിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേയധികം തുണികളുണ്ടായിരുന്നു നനച്ചിടാനായിട്ട്. പാറുവിൻ്റെ യൂണിഫോം, പിന്നെ അല്ലാതെ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു നനച്ചിടാനായിട്ട്. അങ്ങനെ കുറേ തുണികളും എടുത്ത് നനച്ചിട്ടു. ഒരുപാട് തുണികളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തുണി നനയ്ക്കുന്ന കാര്യം ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ നനച്ചിട്ടു. പിന്നെ ഞാൻ നട്ട വാഴയാണ് കേട്ടോ. രണ്ടാമത് ഉള്ളതിലും കൊല വന്നിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി.